വധശ്രമ കേസിൽ ജയിലിൽ കഴിയുന്ന ആളെ ഭാരവാഹിയാക്കി ഡിവൈഎഫ്ഐ. TCV നന്ദകുമാറിനെയാണ് ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് ട്രഷററാക്കിയത്. BJP പ്രവർത്തകൻ CK രാമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് നന്ദകുമാർ. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ നന്ദകുമാറിനെ കോടതി 20 വർഷം തടവിനും ശിക്ഷിച്ചിട്ടുണ്ട്. പ്രദീപ് നാരായണൻ ചേരുകയാണ് കണ്ണൂരിൽ നിന്നും. പ്രദീപ്, ജയിലിൽ നിന്ന് സംഘടനയെ നയിക്കട്ടെ എന്നുള്ളതാണോ പാർട്ടിയുടെ തീരുമാനം? അസിത, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. ഇന്ന് പയ്യന്നൂർ കണ്ടോത്തായിരുന്നു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിലാണ് നിലവിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള TCV നന്ദകുമാറിനെ മുഖ്യ ഭാരവാഹിക്കൊണ്ടുള്ള ഒരു തീരുമാനം സമ്മേളനം കൈക്കൊണ്ടത്. അതായത് പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്നത്. നേരത്തെ BJP പ്രവർത്തകൻ CK രാമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി കൂടിയാണ്. ഈ സമ്മേളനത്തിൽ വെച്ച് മുൻ ബ്ലോക്ക് സെക്രട്ടറി VK നിഷാദ്, അതുപോലെ തന്നെ TCV നന്ദകുമാർ ഇരുവരും ജയിലിൽ കഴിയുകയാണ്. ഇരുവരുടെയും സന്ദേശം വായിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അസിത സൂചിപ്പിച്ചതുപോലെ ഒരു സംഘടനാ ഭാരവാഹി എന്ന് പറയുമ്പോൾ മുഴുവൻ സമയം പൊതുപ്രവർത്തനം നടത്തേണ്ട ആളാണ്. അതേസമയം ജയിലിൽ കഴിയുന്ന ആളെ ട്രഷറാക്കിക്കൊണ്ട് ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും DYFI ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അത്തരത്തിലാണ് ഇന്ന് പയ്യന്നൂർ ബ്ലോക്ക് സമ്മേളനത്തിൽ ഒരു തീരുമാനം വന്നത്. അസിത. പ്രദീപ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.